മാധു എന്ന് പറയുന്ന പോലെ ഭയങ്കര ക്ഷുഭിതയാവുന്ന, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന, ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ചിലപ്പോൾ ഡിബേറ്റുകളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ചോര നീരാക്കിയ ചോറൂട്ടി വളർത്തിയ കുഞ്ഞാണ് കേരളം അടിത്തട്ടിൽ കാത്തു സൂക്ഷിക്കുന്നത്. അഭിഷേകിക്കാൻ മത്സരമോ നടിയാണത്രേ. അങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് മറ്റോ ഒരാളിവിടെ, കാരണം ഒരു മാനസിക പ്രശ്നമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാവില്ല. ഒരു പബ്ലിക്കായിട്ട് ഒരാൾ ഒരു ആഹ്വാനം നടത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന ചിട്ടവട്ടത്തിലൊന്നും നിന്നിട്ട് അതിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. ഒരു ദിവസം എത്ര പത്രം വായിക്കും? 7 വായിക്കണമെന്നാണ് കണക്ക്. പക്ഷെ എന്നും പത്രം വായിക്കുന്നവർക്ക് ഹെഡ്ലൈനും കുറച്ച് കാര്യങ്ങൾ വായിച്ചാൽ മതി. നമ്മൾക്കറിയാലോ. മാധുവിന് ഒരേ സമയം ബിഗ് ടിവിയിൽ നിന്നും ഇതുപോലെ തന്നെ റിപ്പോർട്ടറിൽ നിന്നും ഓഫർ വരുന്നു. മാധു എങ്ങോട്ട് പോകും? ലക്ഷ്യത്തിന്റെ കഥയൊക്കെ അത് തന്നെ, ലക്ഷ്യത്തിന്റെ കഥയൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? മറക്കാനാവാതെ ഏതെങ്കിലും ഡിബേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാൻ സാധ്യതയുള്ളൊരു ഡിബേറ്റ് അവർ ഏതായിരിക്കും? ഓർമ്മിപ്പിക്കല്ലേ. എപ്പോഴെങ്കിലും ഈ ഡിബേറ്റ് കഴിഞ്ഞിട്ട് അത് വളരെ പേഴ്സണൽ ആയിട്ട് എടുത്ത് അവരുമായിട്ടുള്ളൊരു ബന്ധം പോകേണ്ട രീതിയിലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വളരെ സൗമ്യമായിട്ട് ഡിബേറ്റുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ ആരുടെ പേരായിരിക്കും പറയാം? വി.കെ. സനോജ്. വലിയ ബുദ്ധിമുട്ടാ. നേരെ തിരിച്ച് കലിപ്പന ആരാണ് അപ്പൊ? അത് ജ്യോതികുമാർ ചാമക്കാല. പേഴ്സണലി തനി തങ്കമാണ്. എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുമ്പോൾ രസ, നിർദാക്ഷിണ്യം, ഇങ്ങനെ മുറിച്ച് കളയുക എന്ന് പറയില്ലേ, അതുപോലെ സംസാരിക്കും. നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന നല്ല കോണ്ടന്റ്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഗസ്റ്റിനെ എപ്പോഴും നോക്കി കാണുന്നത് ജോസഫ് സി മാത്യു. ഒരു 10 മിനിറ്റ് സംസാരിച്ച ഒന്നും കളയാനില്ല. ജി പറഞ്ഞു കഴിഞ്ഞപ്പം വളരെ സ്വാഭാവികമായി ജി കാർത്തിക എന്നാണ്. അപ്പൊ ഡെസ്കിൽ നിന്ന് നിലവിളി അല്ല അല്ല സുധാകരൻ. എനിക്ക് ലഭിക്കുക എന്ന വാക്ക് കിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. നിങ്ങൾക്കത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ എനിക്കത് മതിലായിരിക്കും. ഞാന് കിട്ടി എന്ന് പറയും. എച്ചലിന്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ പഞ്ചിട്ട് കിട്ടിയത്. ഞാൻ മാതൃഭൂമി റിപ്പോർട്ടിൽ വന്നു. റിപ്പോർട്ടിൽ വന്നിട്ട് വാർത്ത വായിച്ചു തുടങ്ങി. വളരെ പഞ്ചായിട്ട് ഹെഡ്ലൈൻ വായിച്ചിട്ട് പറയാണ്, രേഖകൾ മാതൃഭൂമി ന്യൂസിൽ. അയ്യോ, പണ്ടൊക്കെ ബലം പിടിച്ച് തീരെ ചിരിക്കാതെ വാർത്ത വായിച്ചിരുന്ന വാർത്താ അവതാരകരിൽ നിന്ന് ഇപ്പോൾ ഒട്ടും ബലം പിടുത്തില്ലാതെ വളരെ കാഷ്വൽ ആയിട്ട് വാർത്ത വായിക്കുന്ന അവതാരകരിലേക്ക് കാലം നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മളെ സ്വീകരണ മുറിയിലേക്ക് ഇടവേളകളില്ലാതെ വാർത്ത വായിക്കാൻ വരുന്ന വാർത്താവതാരകരുടെ പേരും നാളും ജാതകവും ഈവൻ അവരുടെ രാഷ്ട്രീയം വരെ നമുക്ക് മനഃപ്പാഠമായിട്ടുണ്ട് ഇതിനോടകം. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഇപ്പോൾ കേരളത്തിലെ മുൻനിര വാർത്താ അവതാരകരിൽ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ. മാധു സജി, വെൽക്കം ടു ദി ഷോ. വാർത്ത വയ്ക്കുന്ന ഒരാളല്ലേ? കുറച്ച് ഇപ്പൊ പിന്നെ ഒന്ന് ലിബറൽ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കുറച്ച് നാളായിട്ട്. പണ്ടത്തെ ആ ഒരു ഇവരുടെ ഭയങ്കര വിലപ്പെടുത്തം മാറിയിട്ടുണ്ട് അല്ലേ? ആണെന്ന് തോന്നുന്നു. എന്നാ തോന്നുന്നു. എൻ്റെ അച്ഛനൊക്കെ താങ്കളുടെ ചെറിയൊരു ഫാനാണ് കേട്ടോ. വിളിച്ചു വരുത്തി അല്ലേ വെക്കാനാണ് ഈ പരിപാടി എന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെയാണെങ്കിൽ മുഴുവനും ഞാൻ ഹാപ്പിയാണ്. ഞാനൊരു കാര്യം പേഴ്സണലി ചോദിക്കട്ടെ, ഈ വാർത്താ റൂമുകൾക്കുള്ളിൽ ജീവിക്കുക അല്ലെങ്കിൽ വാർത്തക്കിടയിൽ ജീവിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നത് ഇച്ചിരി സ്ട്രെസ്സുള്ള കാര്യമാണോ? നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് അതിൻ്റെ കാര്യം. എനിക്ക് ശരിയാ. അപ്പം ഞാൻ 2012 ജേർണലിസം തുടങ്ങുന്നത്. 2012 നിർഭയ ഉണ്ടാകുന്നത്. ഞാൻ വളരെ പ്രൊഫഷണലായി കൈകാര്യം ആ വാർത്ത ഒരു ദിവസം കൈകാര്യം ചെയ്തിട്ട് ഞാൻ വൈകിട്ട് എൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് വരുമ്പോൾ വളരെ പേഴ്സണലായി ഭയങ്കര ഇമോഷണലായ ഒരു വാർത്തയാണത്. അപ്പോൾ ഇത്രയും സ്ട്രെസ് എടുത്ത് ഇങ്ങനെ ഓരോ വാർത്തയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ തുടക്കത്തിൽ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊരു നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എൻജോയ് ചെയ്യാണ്. നമ്മളൊരു വീക്കെൻഡ് ഒരു യാത്ര പോയാൽ പോലും നമ്മൾ FBയിൽ തുറക്കുമ്പോൾ നമ്മുടെ ഒരു അൽഗോരിതം അങ്ങനെയാണല്ലോ. അപ്പം ഓക്കെ, ഈ ഫീഡാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് അതില്ലാതെയും ജീവിക്കാൻ ബുദ്ധിമുട്ടാ ആണല്ലേ? ഒരു ദിവസം എത്ര പത്രം വായിക്കും? 7 വായിക്കണമെന്നാണ് കണക്ക്. പക്ഷെ എന്നും പത്രം വായിക്കുന്നവർക്ക് ഹെഡ്ലൈനും കുറച്ച് കാര്യങ്ങൾ വായിച്ചാൽ മതി. നമ്മൾക്കറിയാലോ, ഇപ്പം ഈ പത്രത്തിൽ എഴുതുന്നതിന്റെ ഓരോ വാർത്തയുടെയും അവസാനത്തേക്കുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അത് നമുക്ക് വേണ്ടാതെ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. വല്ലപ്പോഴും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സാധനം വാങ്ങാൻ പോകുമ്പോൾ കിട്ടുന്ന പേപ്പർ വായിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മുഴുവൻ വായിക്കണം. അല്ലാത്തവർക്ക് കുറച്ച് വായിച്ചാൽ മതി. അങ്ങനെയൊന്നും പറ്റില്ല. 2 പത്രം വായിക്കും. ആണല്ലേ? ഇപ്പൊ കുറച്ചു കാലം മുൻപാണ് ഈ മാധു എന്നുള്ളൊരു വാർത്താ അവതാരകരുടെ പേര് ഏറ്റവും കൂടുതൽ ഉറക്കെ കേട്ടു തുടങ്ങിയത്. അതായത് കുറേയധികം ഓൺലൈൻ ന്യൂസ് ചാനലുകാർ വന്നിട്ട് പറയുന്നുണ്ട്, മാധുവിന് ഒരേ സമയം ബിഗ് ടിവിയിൽ നിന്നും ഇതുപോലെ തന്നെ റിപ്പോർട്ടറിൽ നിന്നും ഓഫർ വരുന്നു. മാധു എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അത് തന്നെ, ലക്ഷ്യത്തിന്റെ കഥയൊക്കെ പറയുന്നു. മാധു എങ്ങോട്ട് പോകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ പോലെ ലേറ്റർ ഓൺ നമ്മൾ മനസ്സിലാക്കിയത് റിപ്പോർട്ടറിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? റിപ്പോർട്ടർ തുടങ്ങിയപ്പം എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു.
അന്ന് പക്ഷേ എനിക്ക് മാതൃഭൂമിയിൽ നിന്ന് വരാൻ കഴിയുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഓൾമോസ്റ്റ് ചിലപ്പം തീരുമാനമെടുത്തേക്കും എന്നൊരു രീതിയിലൊക്കെ വന്നിരുന്നു, പക്ഷെ അന്ന് വരാൻ കഴിഞ്ഞില്ല. അന്ന് കുഞ്ഞ് കുറച്ചും കൂടി ചെറുതായിരുന്നു, അവൾ കുറച്ച് താമസിച്ചാണ്. റിപ്പോർട്ടറിന്റെ റീവാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയത്താണോ വിളിച്ചിരുന്നത്? അതെ. അപ്പോൾ അവൾ കുറച്ചും കൂടി ചെറുതാണ്, സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ല. അപ്പം കുറച്ചും കൂടി വീട്ടിൽ നിൽക്കണം, ട്രാൻഡത്ത് നിൽക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓപ്പണിംഗ് വന്നു. ഞാനൊരു 12 വർഷമായിട്ടൊരു സ്ഥാപനത്തിലേക്ക്. 12 വർഷം ഒരു ന്യൂസ് ചാനലിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു റയർ സ്പീഷ്യസ് ആണ് നിലവിൽ. ഇല്ലാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ജനറേഷനിൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നു. എനിക്ക് എൻ്റെ കരിയർ ഉണ്ടാക്കിയത് തന്നെ ഞാൻ അവിടെയാണ്. ഞാനായതും എനിക്ക് സ്പേസ് തന്നതും എന്നെ പരീക്ഷിച്ചതും ഒക്കെ അവിടെയാണ്. അങ്ങനെ നമ്മളൊരു പ്രൊഫൈലിൽ എത്തുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഓഫേഴ്സ് വരുന്നത്. ഇതിനു മുൻപും ഈ പറയുന്നത് പോലെ എന്തായാലും കുറേ ഓഫേഴ്സ് വരുമല്ലോ. പക്ഷെ അവിടെ ഒരു നിൽക്കാം, സമാധാനമായി ജോലി ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെ നിന്ന് പോയി. പിന്നെ ഒരു മാറ്റം വേണമെന്ന് തോന്നുമല്ലോ, ഒരു 12 വർഷം എന്ന് പറയുന്ന ഒരു മാറ്റം വേണമല്ലോ. അപ്പം രണ്ടിടത്തുനിന്ന് ഒരുപോലെ ഓഫർ വന്നു, ശരിയാണ്. അപ്പം ഞാൻ പുതിയൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പം എടുക്കേണ്ട കുറേ റിസ്കുകളുണ്ടല്ലോ. അപ്പം കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞൊരു തീരുമാനം, ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു സ്ഥാപനം എന്ന നിലയ്ക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ടർ ചൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. സ്മൃതി മാം എൻ്റെ ഒരുപാട് സീനിയറാണ്. ചേച്ചി അവിടെ സീനിയർ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ സബ് എഡിറ്ററായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ആളുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ധാരണയുണ്ട്. മാതൃഭൂമിയിൽ ജോലി തുടങ്ങിയ എൻ്റെ ബാച്ചിലുള്ളവരും എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പറയുന്നത് പോലെ സേഫായിട്ട് വന്ന് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം, അങ്ങനെയൊക്കെയാണ്. അന്ന് ഈ സമയത്തൊക്കെ ഒരുപാട് ഓൺലൈൻ ന്യൂസ് ചാനലിൽ താങ്കൾക്ക് ഈ പ്രതിഫലമായിട്ട് വാഗ്ദാനം ചെയ്ത എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ടാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ളൊരു ന്യായം ഉണ്ടായിരുന്നോ? ന്യായമുള്ള വാർത്തയായിരുന്നോ? എനിക്ക് നല്ല ഓഫറാണ്. ഇപ്പം നല്ലതുപോലെ ശമ്പളം കിട്ടുന്ന സ്ഥാപനം, നമുക്ക് ഈ പറയുന്നത് പോലെ കുറച്ച് മാറ്റിവെച്ച് സേവ് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഫിനാൻഷ്യലി നന്നായിട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം. എൻ്റേത് അത്ര വലിയ സൗണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലി ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതൊരു ഘടകമാണ്. ഈ ഇൻഡസ്ട്രി ഒരുപാട് വളർന്നു, കുറച്ചും കൂടി നല്ല ശമ്പളം കിട്ടാൻ കഴിയുന്ന ഒരു പിന്നെ വേറൊരു കാര്യമാണ്, ഞാനൊരു എഡിറ്റോറിയൽ ബോർഡിലേക്കാണ് വരുന്നത്. ഒരു 12 വർഷം ജോലി ചെയ്ത് കഴിയുമ്പം നമുക്ക് അങ്ങനെയും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, കരിയർ ഒന്ന് കുറച്ചും കൂടി നന്നാവും എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ഇതെല്ലാം പോസിറ്റീവ് ഘടകങ്ങളാണ്. പിന്നെ അത് പറഞ്ഞു കേട്ടാണോ എന്ന് ചോദിച്ചാൽ ആരൊക്കെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു, ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഡിബേറ്റിലാവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ചിലപ്പോൾ നമ്മൾ വിയോജിപ്പ് പറയേണ്ടി വരും, ഈ പറഞ്ഞ പോലെ കയർത്ത് സംസാരിക്കേണ്ടി വരും. എനിക്കറിയാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ ഷെയ്ക്കാനൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങൾ ഓരോ ഡിബേറ്റിൽ നിന്നും ചിലപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ പോവുക. എപ്പോഴെങ്കിലും ഈ ഡിബേറ്റ് കഴിഞ്ഞിട്ട് അത് വളരെ പേഴ്സണലായിട്ട് എടുത്ത് അവരുമായിട്ടുള്ളൊരു ബന്ധം പോകേണ്ട രീതിയിലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വളരെ കുറവാണ്. സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചാളുകളുമായിട്ട് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മളത് സോൾവ് ചെയ്യാമെന്ന് ഇടയ്ക്ക് വിചാരിച്ചാൽ പോലും ചിലത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അങ്ങനെ സംഭവിക്കാറില്ലേ? വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്കത് അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ നമ്മളുടെ ഒരു ജനറേഷനിലുള്ള ആളുകളാണ് കൂടുതലും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് അതിനപ്പുറത്തുള്ളൊരു സൗഹൃദം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പം അത് കഴിഞ്ഞ് വിളിച്ചിട്ട് എന്താ എന്ന് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ പോകും. ഞാൻ ഈ സ്ഥിരമായിട്ട് ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ഡിബേറ്റിൽ ഈ പറഞ്ഞ ഓരോ ഡിബേറ്റിൻ്റെയും സ്വഭാവം ഭയങ്കര വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ ഡിബേറ്റിലേക്ക് വരുന്ന ആൾക്കാരുടെയും സ്വഭാവം ഭയങ്കര വ്യത്യസ്തമാണ്. ഞാൻ കുറച്ച് ടാഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ ഡിബേറ്റിൽ പങ്കെടുത്ത വളരെ സേഫറായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കുറേ ഡിബേറ്റുകൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഏറ്റവും സൗമ്യനായിട്ട് പ്രതികരിക്കുന്ന, എപ്പോഴും സൗമ്യതയോടെ മാത്രം എത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വളരെ സൗമ്യമായിട്ട് ഡിബേറ്റുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയാം? വി.കെ. സനോജ്. വലിയ ബുദ്ധിമുട്ടാ. ഒരു വലിയ പ്രകോപനം ഉണ്ടായാൽ മാത്രമേ അങ്ങനെ കടുത്ത് സംസാരിക്കുകയുള്ളൂ. ഓ ഓക്കെ. നേരെ തിരിച്ച് കലിപ്പൻ ആരാണ് അപ്പോൾ? കലിപ്പന്മാരുടെ ഒരു കൂട്ടമാണ് ചർച്ചയ്ക്ക് വരിക. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുകയും എന്നാൽ ഭയങ്കരമായ സ്നേഹമുള്ളതുമായ ഒരാൾ ഉണ്ട്. അത് ജ്യോതികുമാർ ചാമക്കാല. പേഴ്സണലി തനി തങ്കമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പ്രകോപിതനാണ്. പുള്ളി ഒരുപക്ഷെ ഭയങ്കര ജെനുവിൻ ആയതുകൊണ്ടായിരിക്കും. ചെറിയ കാര്യം മതി
ഈ ഡിബേറ്റുകളിലൊക്കെ വളരെ സറ്റൈറിക്കലായിട്ട് വളരെ ഹ്യൂമറിക്കലി അത് എന്താ പറയുക പറയുന്ന ആളുകളുണ്ട്. അതായത് നമുക്ക് നമ്മൾ എടുക്കുന്ന ഹ്യൂമർ ഭയങ്കര വ്യത്യാസമാണല്ലോ. ഇപ്പോൾ ഒരാൾക്ക് തമാശ വേറെ അങ്ങനെയാണല്ലോ. എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുമ്പോൾ രസമാണ്. അതായത് പുള്ളി പറയുന്നത് പോലെ ഒട്ടും വലിയ രീതിയിൽ അങ്ങനെ അലറി സംസാരിക്കുമൊന്നുമില്ല, പക്ഷെ നിർദാക്ഷിണ്യം ഇങ്ങനെ മുറിച്ച് കളയുക എന്ന് പറയില്ലേ, അതുപോലെ സംസാരിക്കും. അത് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇടയ്ക്കത്തെ ഒരു നമ്മൾ ഈ പറയുന്ന ഹിസ്റ്ററി എന്നൊക്കെ ഒരു സാധനം എടുത്തിട്ടിട്ട് നമ്മളെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയും. നമ്മളെ മീൻസ് എതിർത്ത് സംസാരിക്കുന്ന ആളുകളെ അങ്ങോട്ട് ഇല്ലാതാക്കി. എനിക്ക് അത് ഇഷ്ടമാണ്, അദ്ദേഹത്തിന് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. നമ്മളൊക്കെ യൂഷ്വലി നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലും സിനിമകളിലൊക്കെ പറയുമല്ലോ, ഈ ഡിബേറ്റുകളിൽ വന്നിട്ട് ചക്ക എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് പറയുന്നത് മാങ്ങാന്നായിരിക്കും. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഉത്തരങ്ങളായിരിക്കും മിക്കവരും പറയുന്ന ഒരു ആക്ഷേപം സിനിമയിലെ കണ്ടല്ലേ. പക്ഷേ നേരെ തിരിച്ച്, അതായത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കണ്ടന്റ് മാത്രമേ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്, നല്ല കോണ്ടന്റ് ഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഗസ്റ്റിനെ എപ്പോഴും നോക്കി കാണുന്നു. ജോസഫ് സി മാത്യു ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ ഒന്നും കളയാനില്ല, എല്ലാം കൃത്യമായിരിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഇയർ എൻഡിന്റെ അവസാനമൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ ന്യൂസ് റീഡേഴ്സിന് പറ്റിയ അമളികളൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുക. സ്മൃതി ചേച്ചിയുടെ ഒരു മാസത്തിൽ ഒരു എപ്പിസോഡ് വെച്ച് ഇറക്കാൻ പറ്റും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്മൃതി ചേച്ചിയുടെ അവന്റെ ചീപ്പൊക്കെ ഒരു സമയത്ത് ഭയങ്കര വൈറലായിട്ടുണ്ട്, മുടി ചെയ്യുന്നത്. എന്നായിരുന്നു ആ പാട്ട്. എന്താ ലൈവ് പറ്റി അമളികളുടെ ഏറ്റവും ഇപ്പോഴും നോക്കി കാണുന്ന ഭയങ്കര ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എഴുതി വെക്കണം എന്നുള്ളതാണ്. ഇന്നുണ്ടല്ലോ, ഇന്ന് ജി സുധാകരൻ പ്രോട്ടൈം സ്പീക്കറായിട്ട് സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ നിയമസഭ സത്യപ്രതിജ്ഞ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പ്രോട്ടൈം സ്പീക്കർ ജി കാർത്തികേയൻ എന്താ എന്നുവെച്ചാൽ ഞാൻ ആദ്യം നിയമസഭയിൽ പോകുമ്പോൾ ജി കാർത്തികേയനാണ് സ്പീക്കർ. അപ്പോൾ എന്തോ ആ പേരാണ് ജി പറഞ്ഞു കഴിഞ്ഞപ്പം വളരെ സ്വാഭാവികമായി ജി കാർത്തികേയൻ എന്നാണ്. അപ്പോൾ ഡെസ്കിൽ നിന്ന് നിലവിളി അല്ല സുധാകരൻ. അപ്പോൾ ഞാൻ ഓക്കെ, ഇനി അത് തിരുത്താൻ പോയി വെറുതെ ട്രോളന്മാർക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ശബരിചേട്ടന് മെസ്സേജ് അയച്ചു. ഞാൻ ജി കഴിഞ്ഞപ്പോൾ ജി സുധാകരൻ എന്നുള്ളത് ജി കാർത്തികേയൻ എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഒരു നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പിക്ചർ വരുന്നത് അങ്ങനെയാണ് പറയുക. അങ്ങനെ എല്ലാ ദിവസവും ഓരോന്നൊക്കെ പറ്റും. ഹാഷ്മിക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്തിനാ നാട്ടുകാരുടെ അബദ്ധം ചോദിക്കുന്നത്? എൻ്റെ തന്നെ ചോദിച്ചൂടെ? അതിലേക്കാണ് വരുന്നത്. അതുപോലെ വന്ന ഗസ്റ്റിനെ മാറി വിളിക്കുക, അതായത് നമ്മൾ അതേ പേരുള്ള ഗസ്റ്റ് വേറെ സിനിമ മേഖലയിൽ നിന്ന് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറ്റിയിട്ടുണ്ടോ അബദ്ധങ്ങൾ, ലൈവ് അമളികൾ? മറ്റേ സാധനമുണ്ട്, അതായത് നമുക്കൊരു ഏതെങ്കിലും ഒരു വേർഡ് വരുന്ന സമയത്ത് നമുക്ക് പേടി. എനിക്ക് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാൻ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ എനിക്ക് ലഭിക്കുക എന്ന വാക്ക് കിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. ലഭിക്കുക ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, നിങ്ങൾക്കത് സിമ്പിളായിരിക്കും, പക്ഷെ എനിക്കത് മതിലായിരിക്കും. അപ്പോൾ ഞാൻ കിട്ടി എന്ന് പറയും. എച്ചലിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ പഞ്ചിട്ട് കിട്ടിയത്, ഇപ്പം റിപ്പോർട്ടറിന് ലഭിച്ചു എന്നാണെങ്കിൽ റിപ്പോർട്ടറിന് കിട്ടി, CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു, റിപ്പോർട്ടറിന് കിട്ടി. എനിക്ക് അവിടെ തെറ്റുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് 10 പ്രാവശ്യം ആരോ പറയും. അതുകൊണ്ട് ഞാൻ കൊന്നാൽ ലഭിച്ചു എന്ന് പറയില്ല. ശരി, അപ്പൊ തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഇതിപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടറിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിമർശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനിക്കൊരു കാര്യം പറയണ്ട്. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ടിൽ വന്നിട്ട് വാർത്ത വായിച്ചു തുടങ്ങി. അപ്പം വളരെ പഞ്ചായിട്ട് ഹെഡ്ലൈൻ വായിച്ചിട്ട് പറയാണ്, രേഖകൾ മാതൃഭൂമി ന്യൂസിന്. അയ്യോ, പിന്നെ ഫസ്റ്റ് ഡേ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല, 1-2 ദിവസത്തിനുള്ളിൽ വളരെ പഞ്ചായിട്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഇത്രയും നാൾ ശീലിച്ച 12 വർഷം ശീലിച്ച സാധനമല്ലേ, ഓക്കെ, അത് പറ്റാം. ക്വൈറ്റ് നെഗ്ലിജിബിൾ. ഭയങ്കരമായിട്ട് ക്ഷുഭിതയാവുന്ന ചിലപ്പോഴൊക്കെ ഒച്ചയെടുത്ത് സംസാരിക്കുന്ന ഒരു അവതാരികനെ ഞാൻ കണ്ടിട്ടുണ്ട് ഡിബേറ്റുകളിലൊക്കെ. പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരോട് തന്നെ കയർക്കുന്ന മാധുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കാനാവാതെ ഏതെങ്കിലും ഡിബേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാൻ സാധ്യതയുള്ളൊരു ഡിബേറ്റ് അവർ ഏതായിരിക്കും? ഓർമ്മിപ്പിക്കല്ലേ? ഇല്ല, അത് അറിയാമല്ലോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാനത് സത്യം പറഞ്ഞാൽ അത് വീണ്ടും ഓർക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ഒന്നാമത്തെ കാര്യം, ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല നമുക്ക്. അതിൽ ആരുടെ ഭാഗത്താ ന്യായം എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ആണ്. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അത് ഭയങ്കര. ഞാൻ രാത്രിയൊക്കെ ഉറങ്ങാണ്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, നമ്മളത് ഓവർകം ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ലോകത്തൊന്നിനെ
ഇതിലും വലിയതൊന്നും വരാനില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ 1-2 തവണ അങ്ങനെ വളരെ ഈ പറയുന്ന പോലെ സുനാമി വരുന്നത് പോലെ സൈബർ അറ്റാക്ക് ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അത് എൻ്റെ വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു സമയത്തായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ മെറ്റേണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് വരുന്ന സമയം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ഇമോഷണലി അത്ര സ്റ്റേബിളൊന്നും ആയിരിക്കാത്ത സമയത്ത് കൂടിയൊക്കെ ആയിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യം. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ഒരു പ്രാവശ്യം പറഞ്ഞു, ഒന്നെങ്കിൽ നീ ഇത് മതിയാക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. എല്ലാവർക്കും കിട്ടുന്ന കരിയറൊന്നും അല്ല ഇത് എന്ന്. അപ്പോൾ അന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട്, എത്ര കോടി സ്ത്രീകളുണ്ട്. അവരിൽ ആരെ കാണാൻ, ആരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം 1 മണിക്കൂർ ചിലവാക്കാം എന്ന് കേരളത്തിലെ കുറച്ച് ആളുകൾ വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ഒരു 10-30K വ്യൂ ഉണ്ടെങ്കിൽ 30,000 പേര് നിങ്ങളെ ചൂസ് ചെയ്യല്ലേ, നിങ്ങളെ കേൾക്കാമെന്ന് വിചാരിക്കല്ലേ. അവരുടെ ലൈഫിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് തരികയല്ലേ. അങ്ങനെ എത്ര ആളുകളുണ്ട്. അത് ഉപേക്ഷിച്ച് പോകൽ, നിർത്തൽ ഒക്കെ വളരെ എളുപ്പമാണ്, ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയ കരിയർ അല്ല എന്ന്. ആഗ്രഹിച്ച് വരുന്ന എത്ര പേരുണ്ട് ജേർണലിസ്റ്റ് ആവണം എന്ന് മാത്രം വിചാരിച്ച് വർഷങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ച് വന്നിട്ട് എല്ലാവർക്കും കിട്ടില്ല ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഒന്നും ആകാണ്ട് വലിയ സങ്കടപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. എന്നോട് പിള്ളേർ ജേർണലിസം പഠിക്കാൻ +2 കഴിഞ്ഞ് വരട്ടെ എന്ന് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയുന്നത്, നമ്മളെ ഡിഗ്രി കഴിയട്ടെ, ഡിഗ്രി വേറൊരു ഇതിലെടുത്തിട്ട് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പഠിച്ചിട്ട് ജേർണലിസം പഠിച്ചാൽ മതി, ഡിഗ്രി മുതലേ ജേർണലിസം പഠിക്കണം എന്നില്ല. അപ്പം നമുക്ക് പിന്നെ ഇത് നിർത്താമെന്ന് വിചാരിച്ചാൽ സ്വിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ബേസിക് ഡിഗ്രി അവിടെ നിൽക്കുമല്ലോ എന്ന് പറയും. കാരണം അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു പോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഞാൻ കരിയറിൽ വന്നപ്പോൾ ഇതിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന ഒരുപാട് സ്ത്രീകളെ പിന്നീട് ഞാൻ കാണുന്നില്ല. അവരൊക്കെ മാറിപ്പോയി. ചിലപ്പോൾ നാളെ ഞാനും ഈ പറയുന്ന പോലെ നിന്ന ദിപ്പിൽ ചിലപ്പം പുറത്ത് പോയേക്കാം, വേണ്ട മതി എന്ന് വിചാരിച്ച് പോയേക്കാം. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ വേണം അല്ലേ, അതിനുള്ള നമുക്കൊരു ക്വാളിഫിക്കേഷൻ കൂടി വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറ്. ഇതിപ്പോൾ പഴയ പോലെ അല്ലല്ലോ മാധു. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കമൻറ്റോ ഒക്കെ ഈ പറഞ്ഞ വിമർശനത്തിന് പാത്രമാവാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പണ്ടത്തെ പോലെ ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ ഒരുപാട് പേരിരിക്കുകയാണ് അല്ലേ. അത് 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 ജീവിതമാർഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് കുറേ പേര് ഇവിടെ ചുറ്റിനുമുണ്ട്. ഞാൻ റിവ്യൂ ചെയ്യാറില്ല പേരുകൾ. ഇതിപ്പോൾ ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഡിബേറ്റുകൾ വെച്ചിട്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ തന്നെ ട്രോൾ ആക്കി, നിങ്ങളെ തന്നെ ചിലപ്പോൾ കളിയാക്കി കൊണ്ട് ട്രോൾ ചെയ്യുന്ന ഇതൊക്കെ വിമർശനങ്ങൾ, ഒരു ഭാഗത്ത് റിവ്യൂ, ട്രോള്, മീംസ്, ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ ഐഡിയലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. എങ്ങനെ ഇപ്പോഴുള്ളൊരു സ്റ്റേറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ല, എൻ്റെ ജനറേഷനിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്നത് പോലെ ഇത്രയും ഓഡിറ്റ് ചെയ്തൊരു ജനറേഷൻ ഞങ്ങളുടേതാണ്. ഇതിന് മുൻപുണ്ടായിരുന്നവർക്ക് ഒരുപക്ഷെ ഇങ്ങനെ നമ്മൾ വീട്ടിലിരുന്നല്ലേ കാണുന്നത്, ടെലിവിഷനിലല്ലേ കാണുന്നത്. അപ്പോൾ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ ആളുകൾക്ക് വഴിയുണ്ടായിരുന്നില്ല, വലിയ വിവാദങ്ങളാകുമായിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും വലിയ സംഭവങ്ങളൊക്കെ. ഇത് പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വാക്കും അതിൻ്റെ രാഷ്ട്രീയം. ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ, ഇവിടുത്തെ ആളുകൾ എന്താ പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചു. ഭയങ്കര രാഷ്ട്രീയമായ വാക്കാണത്. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഓരോരുത്തരും ചർച്ചയിൽ പറയുമ്പം തിരുത്തി പോകുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സീനിയർ ജേർണലിസ്റ്റിനോട് പറഞ്ഞു, മാധു അങ്ങനെ പറയരുത്, അത് ഒരു മനുഷ്യൻ്റെ സവിശേഷതയാണല്ലോ. അത് പറയുമ്പോൾ ഒരു പക്ഷെ എല്ലാവരും അങ്ങനെ വിചാരിക്കില്ല. പക്ഷെ നമുക്കൊരു പേഴ്സണൽ പെയിൻ ഉണ്ട് അതിലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പറയരുത്. അത് ഈ അടുത്ത കാലത്താണ് ഞാനത് തിരുത്തിയത്. അതെന്നോട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം 1-2 ഇതിൽ ഒരു തവണ ഞാനത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ വാക്ക് പിൻവലിച്ചു. അതുപോലെ നമ്മളിത് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടല്ലല്ലോ പറയുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകും. അതങ്ങനെ തിരുത്തിയാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്നത് പോലെ വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. നമ്മുടെ ജോലി എന്താ? വിമർശനമാണല്ലോ. അത് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്, അപ്പോൾ എന്നെ വിമർശിക്കരുതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാനാണ് എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന വാർത്ത വായിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിയല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ എന്നോട് പറയുന്നതിൽ തെറ്റ് വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതിന് നമുക്കൊരു പരിശീലനം വേണം, ഒരു സമയം വേണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ടൈമുണ്ട്. അത് പിന്നെ നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കുന്ന ഒരു സമയമുണ്ട്. എന്ന് വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ എന്ന് വിചാരിക്കുന്ന ഒരു സമയത്താണ് നിലവിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ദിവസം
ഈ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞ പോലെ ബുള്ളറ്റിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ബുള്ളറ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പഴയ പോലെയല്ല, കമൻസ് യൂട്യൂബിൽ ആൾക്കാർക്ക് രേഖപ്പെടുത്താമല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു വൾഗറായിട്ടുള്ള ഒരു കമൻറ്റ്, ഒരു ലേഡി അത് വായിക്കുന്നത്, ഏത് ലേഡിയാണ് ഞാൻ പരാമർശിക്കുന്നില്ല, അപ്പോൾ അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളരെ അറിയാതെ വായിച്ചതാ സെക്ഷലി ഉള്ളൊരു കമൻറ്റ് അവർ തുടക്കത്തിൽ അത് വായിച്ചു, പിന്നെ അത് വിട്ട് കളഞ്ഞു. ഞാൻ പറഞ്ഞ ഇപ്പം ലൈവിലല്ലേ നിങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇത്തരം ചെറിയ കമൻറ്റ് പോലും ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തേക്കാം. അത്തരം സാധനങ്ങളിലൊക്കെ ഇപ്പം എങ്ങനെ ഇത് വിട്ട് കളയാൻ പറ്റുക ലൈവിൽ നിൽക്കുന്ന സമയത്ത്? അല്ല, അതും നമ്മുടെ കരിയർ ആവശ്യപ്പെടുന്ന കാര്യമല്ലേ. നമ്മൾ അതിനനുസരിച്ച് വളർന്നില്ലേ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പറയുന്നത് പോലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ലേ. ഇത് എല്ലാ കരിയറിനും ഒരു സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. ഞാൻ ഗുഡ് മോർണിംഗ് ഷോ വളരെ കുറച്ചാണ് ചെയ്യാറ്. എനിക്കിഷ്ടമാണ് ആക്ച്വലി ലൈറ്റ് ഷോ ചെയ്യാൻ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല അധികം, വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. കരിയറിൻ്റെ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളൂ ഗുഡ് മോർണിംഗ് ഷോ. പിന്നെ ഈ കമൻറ്റ് വായിക്കുമ്പോൾ ശരിയാണ്, ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആവും, എന്താ ഇതെന്നൊക്കെ തോന്നും. ഞാൻ സത്യം പറഞ്ഞ ഡിബേറ്റിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് വായിക്കില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മളൊരു ഷോ ചെയ്യുമ്പോൾ വരുന്ന കമൻറ്റുകളിൽ അത്രയും നെഗറ്റീവ് അടിക്കുന്നത് കടുത്ത മാനസിക പ്രശ്നമുള്ള മനുഷ്യരായിരിക്കും. പക്ഷെ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ഉണ്ടല്ലോ, അതിന് താഴെ വരുന്ന മുഴുവൻ കമൻറ്റുകൾ ഈ സിംഹഭാഗവും ഈ പറയുന്നൊരു മോശം സ്വഭാവമുള്ള കമൻറ്റുകളായിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാഷ്ട്രീയം പറയുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ കാരണം. അങ്ങനെയുള്ള കമൻറ്റ് വായിച്ചിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ നെഗറ്റീവ് അടിക്കും, എത്രയായാലും നെഗറ്റീവ് അടിക്കും. കാരണം നമ്മൾ എന്താ വിചാരിക്കുക, മറ്റുള്ളവർ ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം കുറേ ആളുകൾ എടുക്കുമ്പോൾ മറ്റുള്ളവർക്കും അങ്ങനെ തോന്നുമോ, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ തോന്നും. ഞാൻ വായിക്കാറില്ല. എന്തിനാ വെറുതെ നെഗറ്റീവ് അടിക്കുന്നത്? കുറേ മനുഷ്യന്മാർ മോശമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ വായിച്ചിട്ട് അതെല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കുക എന്ന് പറയുന്നത് അതിൽ കാര്യമില്ലല്ലോ. ഇപ്പം നോക്കൂ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ എത്ര പേർക്കെതിരെ ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇത്രയും ശക്തമായ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടായില്ലേ? അതിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളും കേൾക്കും, നല്ലതുപോലെ കേൾക്കും. ആ കമന്റ് വായിക്കാൻ പോകാതിരിക്കുന്ന നല്ലത്. ഇത് എനിക്ക് മാധുവിനെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം എല്ലാവരും അവരുടെ രാഷ്ട്രീയം ഇപ്പോൾ തുറന്നു പറയുന്നതിൽ വലിയ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ വേണമെന്ന് ഇപ്പോൾ വാശി പിടിക്കുന്നൊരു മീഡിയ സമ്പ്രദായമാണല്ലോ. നിങ്ങൾ അരുൺകുമാറിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം, ആന്റോ അഗസ്റ്റിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാം, സ്മൃതിയുടെ രാഷ്ട്രീയം ഏറെക്കുറെ എല്ലാവർക്കും അതിൽ കുറച്ച് ഈ പറഞ്ഞ ഡിബേറ്റബിൾ ആണ്. അത് അവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ നമുക്ക് ഊഹിക്കാമല്ലോ, ഇപ്പോൾ അവർ ഡിബേറ്റിലാണെന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയം എൻ്റെ അഭിപ്രായമാണ്. സുജയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഏറെക്കുറെ ഇപ്പോൾ റിപ്പോർട്ടിലുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഊഹിക്കായിരുന്നു. താങ്കൾ ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള നിഷ്പക്ഷമായിട്ടുള്ള നിലപാടില്ലാത്തവർ അങ്ങനെയല്ല, നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വേണമെന്ന് വാശിയുള്ളതുകൊണ്ടാണോ? എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് എനിക്ക് വളരെ കാലം സൗഹൃദമുള്ള എൻ്റെ ഒരു പാനലിസ്റ്റ് വിളിച്ചിട്ട്, ഞാനിത് പുറത്ത് വരാമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല, എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഇപ്പം മാധു, എന്നിട്ട് പിന്നെ മിണ്ടുന്നില്ല. ചോദിച്ചു മാധു, അതൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ആ പ്രശ്നമാണ് ഞാനൊരു 10-12 വർഷം കൊണ്ട് ആകെ ഉണ്ടാക്കിയത്. അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് പക്ഷെ ഒരു ഓൾഡ് സ്കൂൾ ജേർണലിസം ആണോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. തൽക്കാലം ഞാൻ പൂർത്തിയാകുന്നത് വരെ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. ഒരിടത്തും നമ്മളുടെ പക്ഷം പറയേണ്ടതില്ല. നമ്മുടെ പക്ഷം എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങിയാൽ പോരെ എന്നാണ് ഞാൻ അങ്ങനെയുള്ളവരോട് ചോദിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയം പ്രവർത്തിക്കാനാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്താൽ പോരെ എന്നുള്ളതാണ് ഞാൻ ഇനിയിപ്പോൾ ഇത് തിരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോ കാലങ്ങളിലും ഈ പറയുന്ന പോലെ മാറുമല്ലോ, നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ച്, അതെനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു തോട്ട്, കുറേ കാലങ്ങളായുള്ള ഒരു തോട്ട് ഇങ്ങനെയാണ്. ഒരു വിഷയം വരികയാണെങ്കിൽ അതിൽ ആരുടെ പക്ഷത്താണ് ന്യായം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു വിഷയം ഡിബേറ്റ് എടുക്കുമ്പോൾ തന്നെ അതിന് പല ആംഗിൾ ഉണ്ടാവും. അതിൽ ഒരു ആംഗിൾ ചിലപ്പോൾ ഒരാൾക്ക് അനുകൂലമായിരിക്കും, മറ്റേ ആംഗിൾ അടുത്ത ആൾക്ക് അനുകൂലമായിരിക്കും. അതിൽ അങ്ങനെ നിലപാടെടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അടിപൊളി. ഇതിപ്പോൾ ഞാൻ അറിയുന്ന ഞങ്ങൾ ഈ ടി വിയിൽ കാണുന്ന ആളെ മാധു എന്ന് പറയുന്നവരെ ഭയങ്കര ക്ഷുഭിതയാവുന്ന, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന, ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ചിലപ്പോൾ ഡിബേറ്റുകളെ കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ അങ്ങനെയല്ല റിയൽ ലൈഫിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാവം പിടിച്ച ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരാളാണെന്നാണ്. ഇല്ല, ഇതെങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവിടെ വളരെ പാവമാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ കൂളായിട്ടുള്ള ഒരാളാണ്. അത്ര ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല റിയൽ ലൈഫിൽ നിന്നാണ് ഞാൻ കേട്ടത്. ഇത് രണ്ടും രണ്ടാളാണ് എനിക്ക്. താങ്കളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹൗ ഡു യു ബ്രീഫ് യുവർ സെൽഫ്?
അല്ല, ഞാൻ ചില സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ അമ്മ ചോദിക്കാറുണ്ട്, ഇത് നിന്റെ പേഴ്സണൽ വിഷയമല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഈ വിഷയത്തിൽ, അവരവരുടെ പൊളിറ്റിക്സ് അല്ലേ പറയുന്നത്, പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനും അത് എന്നോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിൽ ഉണ്ട്, നമ്മൾ ആ ഒരു വാർത്തയായിട്ട് മാത്രമല്ല കാണുന്നത്. അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ മുന്നിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്ന് തോന്നുമ്പോൾ നമ്മളും ചിലപ്പോൾ കുറച്ച് പ്രൊവോക്ഡ് ആവും. അത് തന്നെയാണ് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളുകൾ, നമ്മൾ ചിലപ്പോൾ ജെനുവിനായിട്ടല്ല പെരുമാറുന്നത് എന്ന് തോന്നുമ്പോഴാണ് അവരും അങ്ങനെ തന്നെ നമ്മളോടും പെരുമാറുന്നത്. പേഴ്സണൽ ലൈഫിലും ഇതിങ്ങനെ തന്നെയുണ്ട്. ആർക്കെങ്കിലും ദേഷ്യപ്പെടാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വീട്ടിൽ നമ്മൾ എത്ര അലമ്പുണ്ടാകുന്നുണ്ട്. അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ആളാണ് ഞാനും. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അത്ര അലമ്പ് വേറെ ആരും എവിടെയും ഉണ്ടാക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ തന്നെയാ. അല്ലാതെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മളൊരു ഓഫീസ് സ്പേസിൽ വരുമ്പോൾ നമ്മളൊരു എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ, അവിടെ വന്നിട്ട് നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അവരെ കാണുമ്പോൾ മുഖം വെറുപ്പിച്ച് നടന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കേണ്ട സ്ഥലമാണല്ലോ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളൊരു ദീർഘകാല ബാധ്യതയാണ്, അവരത് അനുഭവിക്കും. പക്ഷെ ഓഫീസിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി നന്നായിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് അതാണ് ഓൾ ടോട്ടൽ അതിൽ നിന്ന് എടുക്കുന്ന സാരാംശം. അതാ ഇതിപ്പോൾ ഈ എപ്പോൾ മുതലാണ് താങ്കൾ ഈ ജേർണലിസം സ്വപ്നം കണ്ടു തുടങ്ങിയത്? എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോൾ തൊട്ടാണ് ഇതൊരു വലിയൊരു വഴിത്തിരിവായത് ജേർണലിസത്തിലേക്ക്? അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? അങ്ങനെ ഇല്ല ഗദാഫി, ഞാൻ ജേർണലിസം പഠിക്കാൻ വിചാരിച്ച ആളല്ല. ഞാൻ അത്യാവശ്യം തിയേറ്റർ അങ്ങനത്തെ കുറേ പരിപാടികളും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച ഒരാളാണ്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വർഷം ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ കുറച്ച് തരികിട പരിപാടിയൊക്കെ കാണിച്ചു. അപ്പോൾ ഒരു വർഷം പോയല്ലോ. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, ജേർണലിസം പഠിക്കാൻ പോവാം, ഒരു വർഷം വെറുതെ കളയണ്ട, ട്രിവാൻഡ്രത്ത് ജേർണലിസം പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബിൽ കൊണ്ടുപോയി ജേർണലിസം പഠിക്കാൻ വിട്ടു. അപ്പം പിന്നെ പെട്ടെന്ന് ജോലി കിട്ടി, പിന്നെ ശമ്പളം കിട്ടി. അപ്പം അതൊരു പ്രലോഭനമായി. പിന്നെ അതങ്ങനെ തുടർന്നു പോയി. അങ്ങനെ ആഗ്രഹിച്ച് ജേർണലിസം പഠിച്ച ഒരാളല്ല ഞാൻ. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്ന് വിചാരിച്ച് പ്രസ് ക്ലബ്ബിൽ പോയി പഠിച്ച് ജേർണലിസ്റ്റ് ഒരാളായല്ല ഞാൻ. അങ്ങനെ ഒരാളല്ല ഞാൻ. ഇച്ചിരി അഭിനയമൊക്കെ കൈവശമുള്ള, ഇച്ചിരി നാടകത്തിലേക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന കുട്ടിക്ക് ഇവിടെ വന്നിട്ടേ അതൊക്കെ ഇപ്പം ഫീൽഡിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ TV-യിൽ ഇപ്പോൾ വാർത്തകൾ വായിച്ചതിന് ശേഷം അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടോ? തിങ്സ് ആണല്ലോ നമ്മുടെ മെയിൻ, തിങ്സും തഗ്സും ആണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ ഈ സ്ക്രീൻ എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്നേ. നമ്മൾ വെറുതെ വളരെ പ്ലെയിൻ ആയിട്ട് വാർത്ത വായിക്കാൻ പറ്റും, നമുക്ക് നല്ല മോഡുലേഷനിൽ വാർത്ത വായിക്കാൻ പറ്റും, നമുക്കൊരു കാര്യം വളരെ ഇമ്പാക്റ്റ് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പം ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സീരിയസ്ലി ഇമോഷണൽ ആവും. അപ്പോൾ നമ്മൾക്കത് അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ഗദാഫിക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഒരു ഒരു സീനിലേക്ക് അല്ലെങ്കിൽ ഒരു വാർത്തയിലേക്ക് ഒരു ഇവൻറ്റിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെയും കൂടി ബാധിക്കുന്നതാണെന്ന് തോന്നുകയും നമ്മളതിനോട് വളരെ ജെനുവിനായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമ്പം വേറൊരു ഇമ്പാക്റ്റ് അല്ലേ അത്. അത് എല്ലാം ഒരു കോമ്പിനേഷനാണ്. ഇതെല്ലാം ഇതിൽ ഹെൽപ്ഫുള്ളാണ്. തിരിച്ച് സംഭവിക്കാറുണ്ട്. അതായത് ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് വളരെ ഏതൊക്കെ തരം വാർത്തകളായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് വരാൻ നമുക്ക് പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ വീഴും, ഓട്ടോമാറ്റിക്കലി ഇമോഷണൽ ആവാറില്ല. എന്നാൽ ചിലപ്പോൾ നമ്മളെ കൈ വിട്ടു പോയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഇടയ്ക്കൊരു പ്രതികരണം ഉണ്ടായി, സ്ത്രീകളെ അങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് മറ്റോ ഒരാളിവിടെ. അപ്പം ഞാൻ നോർമലി ഒരു റിപ്പോർട്ടറിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം അല്ല എന്ന് ചോദിച്ചത്, ഇത് ഏതാണ് ഈ മാനസിക പ്രശ്നമുള്ള ആൾ എന്ന നിലയ്ക്കാണ്. അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഒരു മാനസിക പ്രശ്നമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാവില്ല. റേപ്പ് എന്ന് പറയുന്നത് എന്താ, അത് എത്ര ബ്രൂട്ടലാണ്, അതെന്തൊരു ക്രൈമാണ്. അപ്പോൾ അങ്ങനെ ഒന്നിനെ ഒരു പബ്ലിക്കായിട്ട് ഒരാളൊരു ആഹ്വാനം നടത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന ചിട്ടവട്ടത്തിലൊന്നും നിന്നിട്ട് അതിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. ഇയാളെ അറസ്റ്റ് ചെയ്തോന്നോ പോലീസ് കേസെടുത്തോന്നോ എന്ന നിലയ്ക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും അന്ന് വളരെ നാച്ചുറലായി ചോദിച്ചത് അങ്ങനെയാണ്. കാരണം അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് എനിക്ക് തോന്നി. കാരണം അയാളെ മാത്രമല്ല, അയാളൊരു സമൂഹത്തെ മുഴുവനും ഒരു പ്ലാറ്റ്ഫോമിലൂടെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, സ്ത്രീകളെ റേപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിക്കുക. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെയല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇതിനങ്ങനെ
നമ്മൾ വാർത്ത വരുന്നത് പോലെ തന്നെ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല നമ്മൾ എങ്ങനെ പെരുമാറും എന്നുള്ളത്. അങ്ങനെ പെട്ടെന്നൊരു സമയത്ത് പെരുമാറുമ്പോൾ നമ്മളതിന് വലിയ വിലയും കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. ഞാനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ വയനാട് ദുരന്തോ എന്തോ സംഭവിച്ച സമയത്താണെന്ന് തോന്നുന്നു. വയനാട് ദുരന്തമാണോ? വയനാട് ദുരന്തമാണെന്ന് തോന്നുന്നു. ഒരു റിപ്പോർട്ടർ 24 മറ്റോ ആണെന്ന് തോന്നുന്നു. റിപ്പോർട്ടർ ഈ പറഞ്ഞ പോലെ അയാൾ കരഞ്ഞുകൊണ്ടാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ അയാൾ എങ്ങനെയടിച്ച സമയത്ത് നമ്മൾ കരച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഈ പറഞ്ഞ പോലെ അയാൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിന് കുറേ വിമർശനങ്ങളുണ്ട്. ഒരു റിപ്പോർട്ടർ ആവുന്ന സമയത്ത് അത്ര ഇമോഷൻസിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അയാൾ അവിടെ ഇമോഷണൽ സൈഡ് കാണിക്കേണ്ട ഇതല്ല എന്ന് പറഞ്ഞാൽ അയാൾ വിമർശിച്ചിട്ടുമുണ്ട് ഒരുപാട് പേര്. താങ്കൾ എങ്ങനെ ഈ വാർത്തകളും ഇമോഷൻസിനെ ഈ പറയുന്ന പോലെ ഒരു ഫിൽറ്റർ വെക്കുന്നത്, അത് സോർട്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ലാതെ അങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കും സംശയമുണ്ട്. ഇപ്പോൾ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത്, വയനാട് പോലെ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് എൻ്റെ ഒരു സീനിയർ റിപ്പോർട്ടർ കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വളരെ ജെനുവിനായി ഫീൽ ചെയ്യും. കാരണം ഒരു കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടൊരു മനുഷ്യനോട് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ അങ്ങനെ ഇമോഷണലായി പോകും, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വയനാട്ടിൽ പോയപ്പം ഞാൻ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് നേരിട്ട് പോയ ഒരാളല്ല. പക്ഷെ അന്ന് പോയ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ എന്നോട് പറഞ്ഞു, കാല് ചവിട്ടാൻ പേടിയാണ്, അതിനടിയിൽ മനുഷ്യരുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ നടന്നു പോകുന്നിടത്ത് മനുഷ്യരോ മനുഷ്യരുടെ ഭാഗങ്ങളോ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ ചെളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളൊരാളുടെ മേത്താണോ ചവിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു ആശങ്കയിൽ അതിലൂടെ നടന്നു പോയ കുറേ മനുഷ്യരുണ്ട്. ഒരു അനുഭവമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒന്ന് ഇതിൻ്റെ മൊണ്ടാഷ് അടിച്ച ഉടനെ ഇമോഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന കണ്ടാലും ആളുകൾക്ക് മനസ്സിലാവും. വാർത്തയുടെ മൊണ്ടാഷ് അടിച്ച് വന്ന ഉടനെ നമ്മൾ മുഖത്തേക്ക് വലിയ ഇമോഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാവും. എന്താ, നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുന്നുണ്ട്, ഇതൊന്നും അല്ലാതെ ഡ്യൂട്ടിക്ക് വന്ന് നേരെ നമ്മൾ കയറുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ ഇത്രയും പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ട് എന്തിന്, ഓൺ എയർ വരാൻ. ഇത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇമോഷൻ, നമ്മുടെ വീട്ടിൽ ഒരാൾക്കാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ നമ്മൾക്ക് ഇത് ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ പ്രൊഫഷണലായി കൂടിയാണ് കാണുന്നതെന്ന് ജനങ്ങൾക്കറിയാം. അപ്പം ഇതിനൊരു മീറ്റർ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ വാർത്ത നമ്മളാണ് പറയേണ്ടത്, നമ്മളത് പ്രൊഫഷണലായി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന ബോധ്യത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് ഒരു വാർത്ത വരുമ്പോൾ പെട്ടെന്ന് അതിലൊരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ട്, നമ്മൾ അതിനോട് ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നതും നമ്മൾ ഒട്ടും ജെനുവിൻ അല്ലാതെ ഇമോഷണൽ വാരി വെതറുന്നതും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാ നമ്മളെ കാണുന്നവരും ഈ വാർത്ത കാണുന്നവരും ഒക്കെ. അതിൽ ആ മീറ്ററിൽ അനുസരിച്ച് പോകണമെങ്കിൽ ജെനുവിൻ ആയാൽ മതി എന്ന് തോന്നുന്നു. ഓക്കെ.